അങ്ങനെ ഈ വർഷത്തെ മൂന്നാമത്തെ ലഞ്ച് ബോക്സ്. ഈ വർഷത്തെ മൂന്നാമത്തെ ലഞ്ച് ബോക്സ് ആണ്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ടിൻ്റെയും ക്ലിപ്പ് പൊട്ടിപ്പോയി. ആദ്യത്തേത് ഇതേപോലെ കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ്, വാട്ടർ ബോട്ടിലും അതേപോലെ കറി കൊണ്ടുപോണതും പിന്നെ ചോറ് കൊണ്ടുപോണതായിട്ട്. അതിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയി. അങ്ങനെ അത് മാറ്റി പഴയതൊരെണ്ണം, അത് എടുക്കാതെ സ്റ്റിക്കർ പോലും ഇളക്കാതെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതാണ് 2 തട്ടുള്ള പാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെയും ക്ലിപ്പ് ലൂസായിപ്പോയി. അതായത് തുറന്ന് ചോറ് ബാഗിനകത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ ഇപ്പം ഞാൻ ശനിയാഴ്ച പോയി ഇവിടുത്തെ തിരുമല രാമചന്ദ്രനിൽ നിന്ന് ഒരു പാത്രവും പിന്നെ കറി കൊണ്ടുപോകണം. ഇത് ഓൾറെഡി ഉള്ള പാത്രമാണ്, ഈ കുഞ്ഞു പാത്രം. അതിന് ഞാൻ അടപ്പ് വയ്ക്കാതെയാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ ഇന്ന് സോയ പെരട്ടാണ്, സോയ ഫ്രൈ ചെയ്തിട്ട് പെരട്ടിയെടുത്തതാണ്. പിന്നെ പുളിശ്ശേരിയാണ് ഉള്ളത്. ചെറിയുള്ളി വേണമെങ്കിൽ ഇടാറില്ല. വെളുത്തുള്ളി പിന്നെ എന്താണ് ചെറിയ പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഉപ്പും കൂടെ ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് തൈരിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ട് കുറുകുറാന്നെടുക്കും. അതാണ് ഇവിടെ ഗംഗയ്ക്കും ഇഷ്ടം, ചേട്ടനും ഇഷ്ടം, എനിക്കും ഇഷ്ടം. അങ്ങനെ അപ്പോൾ പുതിയ പാത്രം എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ കേട്ടോ. ഇത് നമ്മളൊക്കെ പഴയ ഒരു പാത്രം, നമ്മളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രമാണ്. അപ്പം ഞാൻ പിന്നെ അത് കണക്കാക്കി വാങ്ങിച്ചതാണ്. ക്ലിപ്പൊക്കെ ഉള്ളത് വാങ്ങിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ലൂസായി പോകണം കേട്ടോ. ഇതാണ് പുതിയ കറി കൊണ്ടുപോകുന്ന പാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് ക്യാമറയിൽ അതായത് ക്യാമറയുടെ ഫ്ലാഷ് ഇല്ലാതെ ഞാൻ ഒന്ന് എടുത്തു നോക്കി. കാരണം ഭയങ്കര ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് ചോറിലായാലും ഭയങ്കര വെട്ടം പോലെ തോന്നും. എന്നാൽ അതില്ലെങ്കിൽ ഒട്ടും വെട്ടമില്ലാത്ത പോലെ തോന്നും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.